വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട്, CT സ്കാൻ റിപ്പോർട്ട്. ഞാനിപ്പോഴും സ്വിറ്റ്സർലൻഡിലാണ്. മധുരമൊഴുകും ഹരിതാഭമായ സ്വിറ്റ്സർലൻഡിൽ തന്നെ. ഇവിടെ പച്ചയുടെ രോമാഞ്ചവും മധുരത്തിൻ്റെ ഉന്മാദവും അനുഭവിക്കാം. സ്വിസ്സിലെ പച്ചയുടെ രോമഹർഷത്തെക്കുറിച്ച് ഞാൻ ഇതിനകം 2-3 വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ അതൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കട്ടെ. കണ്ടില്ലെങ്കിൽ താഴെയുള്ള ലിങ്കുകളെ പ്രാപിക്കുക. ഈ കാണുന്നതാണ് മധുരത്തിൻ്റെ ഉന്മാദ ഭൂമി. കൊക്കോയും പാലും വെണ്ണയും മധുരവും നാവിലേക്കും ഹൃദയത്തിലേക്കും ചൊരിയുന്ന മധുരോന്മാദ ഭൂമി. അതായത് ലിൻഡ് ചോക്ലേറ്റ് ഹോം. അതെ, ചോക്ലേറ്റുകൾക്ക് മാത്രമായൊരു സ്വിസ് വീട്. കൃത്യമായി പറഞ്ഞാൽ ഞാനിപ്പോൾ സ്വിറ്റ്സർലൻഡിലെ കീച്ച്ബർഗിലാണ്. സ്വിറ്റ്സർലൻഡിലെ ഹോർഗൻ ഡിസ്ട്രിക്റ്റിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് കീച്ച്ബർഗ്. ഇവിടെയാണ് ലോകപ്രസിദ്ധമായ ഒരുപാട് ചരിത്രമുള്ള ലിൻഡ് ചോക്ലേറ്റ് ഹോം. സൂറിക് തടാകക്കരയിലാണ് നാവിലേക്ക് തേൻനിലാവ് പെയ്തിറങ്ങുന്ന ഈ മധുര വീട്. ഇവിടെ നിന്നാൽ ആൽപ്സ് പർവ്വതനിരകൾ കാണാം. ഇവിടെ അടുത്താണ് ചരിത്രപ്രസിദ്ധമായ എഴുത്തുകാരുടെ സിമിത്തേരിയും. സ്വിസ് പതാക പാറിപ്പറക്കുന്ന ഈ മധുരഹർമ്മ്യത്തിന് പറയാനുള്ളത് മധുരത്തിൻ്റെ കഥകൾ മാത്രമല്ല, മധുരത്തിൻ്റെ ലോകചരിത്രം കൂടിയാണ്. ഇത് അതിവിശാലമായൊരു ചോക്ലേറ്റ് ഫാക്ടറിയാണ്, മ്യൂസിയവുമാണ്. സന്ദർശകർ ഇവിടെ സെൽഫി എടുക്കുന്നത് കണ്ടാൽ തോന്നും ഇതൊരു ഫിലിം സിറ്റിയാണെന്ന്. ഈ ഫാക്ടറിയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് മധുരമൊഴുക്കുന്ന ഉയരത്തിലുള്ള ഒരു മധുരധാരാ യന്ത്രമാണ്. 9 മീറ്റർ ഉയരമുണ്ട് ഈ മധുരധാരാ യന്ത്രത്തിന്. ഈ മധുരധാരാ യന്ത്രത്തിൻ്റെ ഉയരങ്ങളിൽ നിന്ന് ഒഴുകുന്നത് 1400 ലിറ്റർ പാലും വെണ്ണയും മധുരവും ചേർന്ന ചോക്ലേറ്റാണ്. ഇവിടെ വരുന്ന സന്ദർശകർ അക്ഷരാർത്ഥത്തിലും കൊതിയൂറി സ്തംഭിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ മധുരധാരാ യന്ത്രത്തിനരികെ മധുരിക്കും ഓർമ്മകളെ സെൽഫിയാക്കാതെ ഒരു സന്ദർശകരും ഇവിടെ നിന്ന് മടങ്ങാറില്ല. ഇളം നീല കടലാസിൽ പൊതിഞ്ഞ ഒരു ചോക്ലേറ്റ് പോലെയാണ് ഈ ചോക്ലേറ്റ് വീടിൻ്റെ ശില്പഘടന. ഈ വീടിൻ്റെ ഒതുക്കുകൾ കയറി മുകളിലെത്തിയാൽ പിന്നെ ഒരു മധുര സഞ്ചാരമാണ്, അഥവാ ഒരു ചോക്ലേറ്റ് ടൂറാണ് നാം നടത്തുക. ഇവിടെ നിന്നാണ് നമുക്ക് ഈ മധുരഹർമ്മ്യത്തെ കേട്ടുകൊണ്ട് കാണാനുള്ള ഓഡിയോ ഗൈഡ് യന്ത്രം ലഭിക്കുന്നത്. ഇവിടെ ഈ ഫാക്ടറി കാണിക്കാൻ ഗൈഡുകളില്ല, ഈ യന്ത്രമാണ് നമ്മുടെ ഗൈഡ്. നാം സഞ്ചരിക്കുമ്പോൾ ഈ ശ്രാവ്യ ഗൈഡ് നമ്മുടെ കാതുകളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സത്യത്തിൽ ഈ ചോക്ലേറ്റ് ടൂർ കഴിയും വരെ നാം ഈ യന്ത്രത്തിൻ്റെ കസ്റ്റഡിയിലായിരിക്കും. കസ്റ്റഡി തീരുന്നതോടെ ഈ മധുര വീടിൻ്റെ മുഴുവൻ ചരിത്രവും നാം കേട്ടിരിക്കും, അനുഭവിച്ചിരിക്കും. സത്യത്തിൽ ഇതൊരു ഗ്രാമീണ കാർഷികോദ്യാനമോ പശു വളർത്തൽ കേന്ദ്രമോ എന്ന് തോന്നിപ്പോകും നമുക്ക് ഈ വീടിനകത്തുകൂടി സഞ്ചരിക്കുമ്പോൾ. ചോക്ലേറ്റ് മിഠായിയുടെ പ്രധാന ചേരുവയായ കൊക്കോ കൃഷി രീതികളെക്കുറിച്ചും കൊക്കോ സംസ്കരണത്തെക്കുറിച്ചും വിശദമായ വിവരണങ്ങളും നേർക്കാഴ്ചകളും സമ്മാനിക്കുന്ന ഒരു കൃഷി പാഠശാല കൂടിയാണ് ഈ ചോക്ലേറ്റ് ഹോം.
ചോക്ലേറ്റിന്റെ 5000 വർഷത്തെ ചരിത്രവും മധുരമായി പറഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ കാതുകളിൽ നാം സൂക്ഷിക്കുന്ന ഓഡിയോ ഗൈഡ്. ചോക്ലേറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിൽ പരിചയവും നമുക്ക് ഇവിടെ നിന്ന് നേടാവുന്നതാണ്. കുട്ടികൾക്ക് പോലും കൗതുകമുണർത്തുന്ന തരത്തിലുള്ള പഠന സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ചോക്ലേറ്റ് നിർമ്മാണത്തിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങളെ നന്നായി പരിചയപ്പെടുത്തുന്നുണ്ട് ഇവിടുത്തെ കൊച്ചു കൊച്ചു യന്ത്ര സാമഗ്രികൾ. സ്വിസ് ഗ്രാമങ്ങളെക്കുറിച്ചും ഗ്രാമീണ ജീവിതത്തെക്കുറിച്ചും സ്വിസ് പശുപരിപാലനത്തെക്കുറിച്ചും മനസ്സിലും ഹൃദയത്തിലും തൊടുന്ന തരത്തിലാണ് ഇതിനകത്തെ ഗ്രാഫിക്സ് പഠന പദ്ധതികൾ. 5000 വർഷത്തെ ചോക്ലേറ്റുകളുടെ പരിണാമ ചരിത്രവും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യമുണ്ടായ ചോക്ലേറ്റിന്റെ രൂപഭാവങ്ങളിലൂടെ ഏറ്റവും അവസാനമുണ്ടായ ചോക്ലേറ്റിന്റെ രൂപഭാവങ്ങളിലേക്ക് നമ്മെ അനുഭവിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഈ ചോക്ലേറ്റ് മ്യൂസിയം. ചുരുക്കത്തിൽ ചോക്ലേറ്റിന്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുകയാണ് ഈ പാഠശാല എന്നും പറയാം. ചോക്ലേറ്റിന്റെ പരിണാമ സിദ്ധാന്തം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മധുര വീട്ടിലെ മുഴുവൻ ചോക്ലേറ്റും മതിയാവോളം ആസ്വദിക്കാം, അനുഭവിക്കാം. ചോക്ലേറ്റിന്റെ സംസ്കരണ ഘട്ടങ്ങളിലെ കടിഞ്ഞൂൽ ദ്രവരൂപവും ഖരരൂപവും നമുക്ക് സൗജന്യമായി ആസ്വദിക്കാം, അനുഭവിക്കാം. സന്ദർശകർ മതി വരുവോളം അതൊക്കെ ആസ്വദിക്കും. ഇവിടെ എത്ര ചോക്ലേറ്റാണ് നാം ഇവിടെ സൗജന്യമായി നുണഞ്ഞനുഭവിക്കുന്നതെന്ന് സത്യത്തിൽ നമുക്ക് പോലും അറിയില്ല. അങ്ങനെ മധുരാലസ്യത്തിൽ നാം ഇങ്ങനെ മധുര സഞ്ചാരം പൂർത്തിയാക്കവേ ഇങ്ങനെ മധുര സ്മരണകളെ നമ്മുടെ ക്യാമറകളിലും പകർത്തി വയ്ക്കാം. അങ്ങനെ നാമും ഈ മിഠായിക്കൂടുകളിൽ മധുരഭദ്രരാവും എന്നേക്കുമായി. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഫാക്ടറിയിലെ മുഴുവൻ ചോക്ലേറ്റും പ്രദർശിപ്പിക്കുന്ന ഹാളിലൂടെ സഞ്ചരിക്കാം. ഇവിടെ നിന്നും തികച്ചും സൗജന്യമായി തന്നെ നമുക്ക് ആവശ്യമുള്ള ചോക്ലേറ്റുകൾ അത്രയും സ്വന്തമാക്കാം. അങ്ങനെ മിഠായിയും നുണഞ്ഞ് നമുക്ക് ഈ ഫാക്ടറിയുടെ മിഠായി സംസ്കരണം കണ്ടുകണ്ടങ്ങനെ ചോക്ലേറ്റ് ടൂർ അവസാനിപ്പിച്ച് ഈ മധുര ഹർമ്മ്യത്തിൽ നിന്ന് താഴേക്കിറങ്ങാം.
ഞാൻ എൻ്റെ ലിൻഡ് ആൻഡ് സ്പ്രിംഗിളി ചോക്ലേറ്റ് ടൂർ അവസാനിപ്പിച്ച് ഈ മധുര ഹർമ്മ്യത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. താഴെ ലിൻഡിൻ്റെ കൂറ്റൻ ചോക്ലേറ്റ് സ്റ്റോറുണ്ട്. സന്ദർശകർ അവരുടെ നാവിൽ കൂടുകൂട്ടിയ ചോക്ലേറ്റുകൾ പലതും വില കൊടുത്തു വാങ്ങി. ചോക്ലേറ്റുകളുടെ അതിമനോഹരമായൊരു സ്വർഗഭൂമിയായിരുന്നു ഈ ചോക്ലേറ്റ് സ്റ്റോർ. ചോക്ലേറ്റുകളെല്ലാം ഓർമ്മകളിലും ബാഗുകളിലുമായി സൂക്ഷിച്ച സന്ദർശകർ പിന്നെ ലിൻഡിൻ്റെ കഫേയിലേക്ക് നീങ്ങി. അവിടെയും ലിൻഡിൻ്റെ വ്യത്യസ്തമായ മധുര ചേരുവകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ആസ്വദിച്ച് സന്ദർശകർ ആ മധുര ഹർമ്മ്യത്തിൽ നിന്ന് പുറത്തു കടന്നു. ഇനി നമുക്ക് ലിൻഡ് ആൻഡ് സ്പ്രിംഗിളിയുടെ ഇത്തിരി ചരിത്രം കേൾക്കാം. ഈ മിഠായി കമ്പനിയുടെ തുടക്കം 1836 ഡേവിഡ് സ്പ്രിംഗിളിയും മകൻ റുഡോൾഫ് സ്പ്രിംഗിളിയും കൂടി സൂറിക്കിലെ ഒരു കൊച്ചു മിഠായി കടയിൽ നിന്നാണ് തുടക്കം. അന്ന് ഈ കമ്പനിയുടെ ചോക്ലേറ്റിന്റെ പേർ ഡേവിഡ് സ്പ്രിംഗിളി ആൻഡ് സൺ എന്നായിരുന്നു. പിന്നീട് 1845 സൂറിക്കിലെ തന്നെ ഏറ്റവും കണ്ണായ പരാബ്ലിറ്റാസ് എന്നിടത്തേക്ക് ചേക്കേറി. 1838 അതേ വർഷം തന്നെ ഒരു തനി ചോക്ലേറ്റ് ഫാക്ടറി ഇവിടെ സ്ഥാപിക്കുകയുമായിരുന്നു. 1892 റുഡോൾഫ് സ്പ്രിംഗിളി ബിസിനസ്സിൽ നിന്ന് വിരമിച്ചതോടെ റുഡോൾഫിന്റെ 2 മക്കളായ ഡേവിഡ് റോബർട്ടിനും ജോഹാൻ റുഡോൾഫിനുമായി ബിസിനസ് പങ്കുവച്ചു. ജോഹാൻ പിന്നീട് ചോക്ലേറ്റ് സ്പ്രിംഗിളി ഏജി എന്നൊരു സ്വകാര്യ കമ്പനി 1899 സ്ഥാപിച്ച ശേഷം അതേ വർഷം തന്നെ ലിൻഡ് ആൻഡ് സ്പ്രിംഗിളി എന്ന കമ്പനിയെ പുനർനാമകരണവും നടത്തി. അങ്ങനെ 1934 ആദ്യമായി പാലുമിഠായി ഉൽപ്പാദിപ്പിച്ച ലിൻഡ് ആൻഡ് സ്പ്രിംഗിളി 1936 ലിയനാർഡ് മോണിയം ഏജി എന്ന ജർമ്മൻ കമ്പനിയുമായി ബിസിനസ് സഹകരണത്തിലാവുകയും ചെയ്തു. പിന്നീട് ലിയനാർഡ് മോണിയം ഏജിയെ ലിൻഡ് സ്വന്തമാക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ലിൻഡ് ആൻഡ് സ്പ്രിംഗിളി പല ലോകാന്തര കമ്പനികളുമായി കൂട്ടുചേരുകയും പിരിയുകയും ഉണ്ടായി. പിന്നെ ഒരുപാട് കാലം പല കാരണങ്ങളാൽ ഈ കമ്പനിക്ക് കോടതി വ്യവഹാരങ്ങളുടെ പെരുമഴക്കാലമായിരുന്നു. പല കേസിലും കമ്പനി ജയിച്ചെങ്കിലും ഒട്ടേറെ കേസുകളിൽ കമ്പനി ദയനീയമായി പരാജയപ്പെടുകയുണ്ടായി. ലിൻഡ് ആൻഡ് സ്പ്രിംഗിളിയുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെ ചൊല്ലിയും പ്രമാദമായ അന്താരാഷ്ട്ര കോടതി വ്യവഹാരങ്ങളുണ്ടായിരുന്നു. അതിലൊക്കെ ലിൻഡ് തോറ്റും ജയിച്ചും രക്ഷപ്പെട്ടു പോന്നു. അതേസമയം ഒരുപാട് അന്താരാഷ്ട്ര അവാർഡുകളും പുരസ്കാരങ്ങളും നേടിയ ലിൻഡ് ഇതിനകം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും ബിസിനസ് ആധിപത്യം ഉറപ്പിച്ചു.
ഞാൻ ഒന്നുകൂടി ആ മധുരോദ്യാനത്തെ വലം വെച്ചു. പിന്നെ മധുര സ്മരണകളുമായി ആ ചോക്ലേറ്റ് വിനോദസഞ്ചാരം അവസാനിപ്പിച്ചു. അപ്പോഴും വായിൽ ലിൻഡ് ആൻഡ് സ്പ്രിംഗിളിൽ അലിയാതെ മധുരം ചുരത്തിക്കൊണ്ടിരുന്നു. വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട്, CT സ്കാൻ റിപ്പോർട്ടർ.